ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി പായസത്തിൻ്റെ വിശേഷം കണ്ടാലോ. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഏറ്റവും ഫൈനൽ സ്റ്റേജിലാണ് ഞാൻ അടുക്കളയിലെത്തിയത്. അപ്പോൾ ഇത് ഉണക്കലരി വെച്ചിട്ടുണ്ടാക്കുന്ന പായസമാണ്. അമ്മയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അടിപൊളി ടേസ്റ്റ്. അമ്മ ഈ ഒരു പായസം ഉണ്ടാക്കുന്ന ഒരു രക്ഷയില്ല ഗായ്സ്. അങ്ങനെ അതേ ഫൈനലി നമ്മുടെ അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഇങ്ങനെ നെയ്യിൽ വറുത്ത് കോരി ആ പായസത്തിൻ്റെ പൊക്കത്തിടുമ്പോഴത്തേക്കുള്ള ആ ഒരു സ്മെല്ല്, എൻ്റെ ഈശ്വര, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അടിപൊളി. അപ്പോൾ അതേ നമ്മുടെ പായസം സെറ്റായി. അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ അതേ പായസത്തിൻ്റെ പൊക്കത്തിട്ടു. പിന്നെ ഫൈനലി ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തു. നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പാണ് ഇഷ്ടം അല്ലെങ്കിൽ കിസ്മിസാണ് ഇഷ്ടം? എനിക്ക് ഈ കിസ്മിസ് കാണുമ്പോഴത്തേക്കും ഒരു പ്ലാസ്റ്റിക് ഫീല് പണ്ട് മുതലേ ഉണ്ട്. അത് കാരണം ഞാൻ കിസ്മിസ് കഴിക്കാറില്ല. ഞാൻ അണ്ടിപ്പരിപ്പിൻ്റെ ഫാനാണ്. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി. കാരണം ഉത്സവമാണല്ലോ. അങ്ങനെ ഊണ് അവിടെ നിന്നാണ് കഴിച്ചത്. പിന്നെ തിരിച്ച് വീട്ടിലെത്തിയ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഈവനിങ് ആണ് ഞാൻ നമ്മുടെ പായസം ട്രൈ ചെയ്തത്. ആക്ച്വലി പപ്പടത്തിൻ്റെ കൂടെയാണ് ഞാൻ കഴിച്ചത്. ഇതിൻ്റെ കൂടെ ഒരു ഞാലിപ്പൂവും പഴവും കൂടെ വേണം. എന്നിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും വേറെ ലെവൽ ടേസ്റ്റാണ് ഗായ്സ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.